നമ്മൾ വീണ്ടും ഇന്നും നമ്മൾ നമ്മുടെ കളിയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് വരികയാണ്. സാക്ലിൻ മുക്താഗ് എന്ന് പറഞ്ഞ മുൻ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞൊരു വാക്യമാണ്. കാരണം ഇതിനു മുമ്പ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇവരുടെ ടീമുകളായാലും ക്യാപ്റ്റന്മാരാണ് ബാക്കിയുള്ള ടീമുകൾക്ക് ധൈര്യം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരൊന്നും പാകിസ്ഥാൻ്റെ ടീമുകൾക്ക് യാതൊരു പ്രചോദനം കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം അവർക്കൊരു ധൈര്യമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശമോ ഒന്നും കൊടുക്കുന്നില്ല. അത് വലിയൊരു ഫാൾട്ടായി മാറുന്നുണ്ടെന്നും ഇന്ത്യയുമായിട്ടുള്ള ഈ പരാജയത്തിന് ഒരു കാരണം ടീമിൻ്റെ കോർഡിനേഷൻ ഇല്ലായ്മയാണെന്നും സാക്ക് പറയുന്നത്. പാകിസ്ഥാനിൻ്റെ ക്യാപ്റ്റൻ പറയുന്നൊരു പ്രധാന വാക്യം ഷാഹിദ് അഫ്രീദിയാണ് പറയുന്നത് കേട്ടോ. ഞാനായിരുന്നു ടീമിനെ നയിക്കുന്നതെങ്കിൽ ബാബർ അസം, ഷബാദ് ഖാൻ, ഷഹീൻ അഫ്രീദി എന്നിവരെ ടീമിലെടുക്കില്ലായിരുന്നു. അവർക്ക് ആവശ്യത്തിലധികം അവസരം ലഭിച്ചിട്ട് അല്ലാത്തവരെ പോലെ ഇന്നലെയും അവർ പരാജയപ്പെട്ടു. ഏറ്റവും കൂടുതൽ കോൺട്രവൈസറി ആയിട്ട് പാകിസ്ഥാനിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് 3 പേര് ഇതിൽ എപ്പോഴും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അവരെ മാറ്റി പുതിയ ആൾക്കാരെ പരീക്ഷിക്കണമെന്നാണ് ഈ മുൻ ക്യാപ്റ്റന്മാർ ഷാഹിദ് അഫ്രീദി മുതൽ ആൾക്കാർ പറയുന്നത്. പാകിസ്ഥാനിലെ ക്രിക്കറ്റ് മേഖല മൊത്തത്തിലൊന്ന് തൂത്തുവാരി ഉടച്ചു വാരി എന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പൊടി തട്ടിയെടുക്കണമെന്നാണ് മുൻ ക്യാപ്റ്റന്മാരെല്ലാവരും തന്നെ. അവരുടെ ടീമിൽ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഷാഹിദ് അഫ്രീദി മുതൽ മുമ്പ് പറഞ്ഞ എല്ലാ ക്യാപ്റ്റന്മാരും പറയുന്നത്. കാരണം അത്രയും കുത്തഴിഞ്ഞ ഒരു പാകിസ്ഥാനിൻ്റെ ടീമെന്ന് പറഞ്ഞാൽ അത്രയും കുത്തഴിഞ്ഞ, കാരണം അവർ ടോസ് എടുത്ത് ഈ ബൗളിങ്ങിന് വേണ്ടി പോയത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പാകിസ്ഥാനിലുള്ളവരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ക്യാപ്റ്റന്മാർ തന്നെ. കാരണം അവർക്ക് ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന ആളുകൾ പേടിക്കുന്ന ഉസ്മാൻ താരിഖ്, പാകിസ്ഥാനിലെ ഏറ്റവും നല്ല സ്പിന്നിങ് ഉസ്മാൻ താരിഖിനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്ലെയറുകൾ പേടിക്കുന്നത്. കാരണം ആദ്യത്തെ 10 ഓവറിൽ പുള്ളിയെ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തുടക്കത്തിൽ ഈ സ്പിന്നിങ് താരമായിട്ടുള്ള ഉസ്മാൻ താരിഖാണ് ബൗളിങ്ങിന് ഇറങ്ങുന്നതെങ്കിൽ ഒത്തിരി ഓവർ പോകുന്ന ഒരു പേടി ഇന്ത്യൻ ടീമുകൾക്ക് ഉണ്ടായിരുന്നു, ബാറ്റിംഗ് ചെയ്യുന്നവർക്കുണ്ടായിരുന്നു. കാരണം അത്ര ഒത്തിരി പേര് ഔട്ടാക്കി കളയുന്ന കഴിവുള്ള ഒരു ബൗളറാണ് ഉസ്മാൻ താരിഖ്. പക്ഷെ അദ്ദേഹത്തെ ഇറക്കിയത് 10ാമത്തെ ഇതിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരുപാട് റൺസ് വിക്കറ്റ് പോകാതെ തന്നെ എടുക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റായി. ഉസ്മാൻ താരിഖ് എന്ന് പറഞ്ഞ ആ ഇതിഹാസത്തെ ഇറക്കാൻ ഒരുപാട് ലേറ്റായി പോയതുകൊണ്ടും ഇന്ത്യ ഒരുപാട് റൺസ് നേടുവാൻ അതുകൊണ്ട് സാധിച്ചു. ബാബർ അസമാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ച് പുള്ളിയുടെ ആവശ്യമില്ലാത്ത ഒരു ഷോട്ട് കാരണം പുള്ളി പെട്ടെന്ന് ഔട്ടായിപ്പോയി. അതും പാകിസ്ഥാൻ ടീമിലെ ഏറ്റവും കൂടുതൽ ഈ തോൽവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ബാബർ അസമിൻ്റെ ആ ഒന്നിന താരവും ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായിട്ടും പുള്ളിയുടെ ആ ഒരു തോന്നിയവാസം കൊണ്ടാണ് പെട്ടെന്ന് ഔട്ടായി പോകാനുള്ള മെയിൻ കാരണം തന്നെ. മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ട സ്പോർട്സ് വിശേഷങ്ങളുമായിട്ടുള്ള ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വിശകലനങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടുന്നതാണ്. ഓക്കെ, ബൈ.